പോറ്റിയെ കേറ്റിയെ സ്വർണം ചെമ്പാക്കി മാറ്റിയ എന്ന പാട്ടായിരുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ CPM-നും LDF-നും ചോദ്യവും തിരിച്ചടിയുമായതെങ്കിൽ ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് മുഖ്യമന്ത്രി പിണറായി വിജയനും ഉണ്ണികൃഷ്ണൻ പോറ്റിയും ചിത്രങ്ങളും ദൃശ്യങ്ങളും ചർച്ചയാക്കുമോ പ്രതിപക്ഷവും മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും എന്നാണ് പുതിയ ചോദ്യം. ഏതായാലും ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പ്രചരിച്ചിരിക്കുന്ന ചിത്രങ്ങൾ AI ആണോ ഒറിജിനലാണോ എന്നതിൽ ഇനി വ്യക്തത കൂടി വന്നാൽ കാര്യങ്ങൾ കൃത്യം. മുഖ്യമന്ത്രിക്കൊപ്പം ഉണ്ണികൃഷ്ണൻ പോറ്റി, കൂടെ P ശശിയും. ആംബുലൻസ് ഉദ്ഘാടന ചടങ്ങിന്റെ ദൃശ്യങ്ങൾ പുറത്ത വീഡിയോ. ശബരിമല സ്വർണ്ണ കവർച്ച കേസിലെ ഒന്നാം പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റി മുഖ്യമന്ത്രി പിണറായി വിജയനൊപ്പം പോലീസിന്റെ ചടങ്ങിൽ പങ്കെടുക്കുന്ന ദൃശ്യങ്ങൾ പുറത്ത്. പോലീസ് ആംബുലൻസിന്റെ ഉദ്ഘാടന ചടങ്ങിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി പങ്കെടുത്തത്. താക്കോൽ കൈമാറുമ്പോൾ മുഖ്യമന്ത്രിക്കൊപ്പം പോറ്റിയും സമീപം നിൽക്കുന്നതും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിക്ക് കൈ കൊടുക്കുന്നതും ദൃശ്യങ്ങളിൽ കാണാം. മുഖ്യമന്ത്രിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള 2 ഫോട്ടോകളിൽ ഒന്ന് AI ആണെന്നും രണ്ടാമത്തെ ഫോട്ടോയുടെ വിശദാംശങ്ങൾ വൈകാതെ പുറത്തുവരുമെന്നും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. സ്വർണ്ണക്കൊള്ളയിലെ പ്രതികളായ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കും ഗോവർദ്ധനുമൊപ്പമെല്ലാം വിവിധ നേതാക്കൾ നിൽക്കുന്ന ചിത്രങ്ങൾ ഇതിനകം പുറത്തു വന്നിരുന്നു. ഇതുപയോഗിച്ചാണ് പാർട്ടികൾ പരസ്പരം ആരോപണം ഉന്നയിക്കുന്നത്. 2 മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ ഉൾപ്പെടെ അറസ്റ്റിലായതോടെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പമുള്ള സോണിയാഗാന്ധിയുടെ ചിത്രം പരാമർശിച്ച് മുഖ്യമന്ത്രി ഉൾപ്പെടെ ഇടത് നേതാക്കളാണ് ആരോപണങ്ങൾക്ക് തുടക്കമിട്ടത്. താൻ കാണുന്നതിന് മുൻപ് മുഖ്യമന്ത്രിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കണ്ടതെന്ന് അടൂർ പ്രകാശ് പ്രതികരിച്ചിരുന്നു. പോറ്റി മുഖ്യമന്ത്രിക്കൊപ്പമുള്ള ചിത്രം ചൂണ്ടിക്കാട്ടിയായിരുന്നു കോൺഗ്രസ് നേതാക്കളുടെ മറുപടി. കാതിൽ അടക്കം പറയുന്നില്ല. മുഖ്യമന്ത്രിക്കൊപ്പം ചടങ്ങിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ഒറിജിനൽ ദൃശ്യം പുറത്ത്. ഏതായാലും 2 വഴിക്കും ചർച്ചകൾ നടക്കുകയാണ്. ഇനി ഇത് AI ആണോ ഒറിജിനൽ ആണോ എന്നുള്ളതായിരിക്കും അടുത്ത ചർച്ച. മുഖ്യമന്ത്രിക്കൊപ്പം ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസ് പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി പോലീസിന്റെ ചടങ്ങിൽ പങ്കെടുക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ സജീവ ചർച്ചകളാണ് കേരളത്തിലെങ്ങും. ആംബുലൻസ് ഉദ്ഘാടന ചടങ്ങിനായിരുന്നു പോറ്റി എത്തിയത്. താക്കോൽ കൈമാറുമ്പോൾ മുഖ്യമന്ത്രിക്കൊപ്പം പോറ്റിയും സമീപം നിൽക്കുന്നത് ദൃശ്യങ്ങളിൽ കാണാം. സെക്രട്ടേറിയറ്റിലായിരുന്നു ഓഗസ്റ്റ് 20 പരിപാടി. ഈ പരിപാടിയുടെ ഫോട്ടോ വക്രീകരിച്ചതെന്നായിരുന്നു മുഖ്യമന്ത്രി വിശദീകരിച്ചത്. ഫോട്ടോ വിവാദത്തിന് പിന്നാലെയാണ് ദൃശ്യങ്ങൾ പുറത്തു വരുന്നത്. മുഖ്യമന്ത്രിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള 2 ഫോട്ടോകളിൽ ഒന്ന് AI ആണെന്നും രണ്ടാമത്തെ ഫോട്ടോയുടെ വിശദാംശങ്ങൾ വൈകാതെ പുറത്തുവരുമെന്നും MV ഗോവിന്ദൻ കഴിഞ്ഞ ദിവസം പറഞ്ഞെങ്കിലും CPM ഇപ്പോൾ പല ചോദ്യങ്ങൾക്കും ഉത്തരം പറയേണ്ട അവസ്ഥയിലാണ്. മുഖ്യമന്ത്രി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ചെവി പിടിക്കുന്ന തരത്തിൽ പുറത്തുവന്ന ഫോട്ടോ അടൂർ പ്രകാശ് പ്രചരിപ്പിക്കുന്നത് AI ആണെന്നും പോറ്റിയുടെ അടുത്തുകൂടി നടന്നുപോകുന്ന മറ്റൊരു ഫോട്ടോയുടെ വിവരങ്ങൾ താമസിയാതെ പുറത്തുവരുമെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. മുഖ്യമന്ത്രിയും പോറ്റിയും ഉള്ള ചിത്രം ചൂണ്ടിക്കാട്ടി ഇരുവരും തമ്മിൽ നടത്തിയ സ്വകാര്യ സംഭാഷണം എന്തായിരുന്നുവെന്ന് UDF കൺവീനർ അടൂർ പ്രകാശ് ചോദിച്ചിരുന്നു. ആ ചിത്രം കണ്ടപ്പോൾ ശബരിമലയുടെ കാര്യം നിങ്ങളെ ഏൽപ്പിച്ചുവെന്നും ഇതുപോലെയുള്ള ക്ഷേത്രങ്ങൾ കേരളത്തിൽ ഉണ്ടെന്നും അദ്ദേഹം പറയുന്നതായിട്ടാണ് തനിക്ക് തോന്നിയതെന്നും അടൂർ പ്രകാശ് പറഞ്ഞിരുന്നു. പിണറായി വിജയനും ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഒരുമിച്ചുള്ള ഫോട്ടോ സാമൂഹിക മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിച്ചിരുന്നു. ഈ ചിത്രം പങ്കുവച്ച KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗം N സുബ്രഹ്മണ്യനെതിരെ കേസ് എടുത്തിരുന്നു. സമൂഹത്തിൽ കലാപാഹ്വാനം നടത്തിയെന്ന വകുപ്പ് ചുമത്തിയാണ് ചേവായൂർ പോലീസ് കേസെടുത്തത്. പിണറായി വിജയനും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിൽ ഇത്രമേൽ അഗാധമായ ബന്ധമുണ്ടാകാൻ എന്തായിരിക്കും കാരണമെന്ന ക്യാപ്ഷനോടെയാണ് ഇരുവരും ഒരുമിച്ച് നിൽക്കുന്ന ഫോട്ടോകൾ കോൺഗ്രസ് നേതാവ് പങ്കിട്ടത്. എന്നാൽ പിന്നീട് ഇതിലൊരു ഫോട്ടോ പിൻവലിച്ചു. ആധികാരികത ഉറപ്പിച്ച ശേഷമാണ് പോസ്റ്റ് ഇട്ടതെന്നും AKG സെന്ററിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരമാണ് കേസെന്നും സുബ്രഹ്മണ്യൻ പ്രതികരിച്ചു. ഒരു ഫോട്ടോ പിൻവലിച്ചത് കൂടുതൽ വ്യക്തതയുള്ള ഫോട്ടോ ഇടാനാണെന്നും സുബ്രഹ്മണ്യൻ വിശദീകരിച്ചു. ശബരിമല സ്വർണ്ണക്കൊള്ള D മണിയെ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്തു. ദൃശ്യങ്ങൾ പുറത്ത്. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വ്യവസായിയുടെ മൊഴിയിലുണ്ടായിരുന്ന D മണിയെ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്തു. സ്ഥാപനങ്ങളിലും വീട്ടിലും SIT പരിശോധന നടത്തി. തമിഴ്നാട് ഡിണ്ടിഗൽ സ്വദേശിയായ D മണിയുടെ വീട്ടിൽ വെള്ളിയാഴ്ച രാവിലെ 10:30ഓടെയാണ് പരിശോധന ആരംഭിച്ചത്. ബാലമുരുകൻ എന്നാണ് D മണിയുടെ യഥാർത്ഥ പേര്. D മണി ശബരിമലയിൽ പഞ്ചലോഹ വിഗ്രഹങ്ങൾ വാങ്ങിയെന്നായിരുന്നു വിദേശ വ്യവസായിയുടെ മൊഴിയിലുണ്ടായിരുന്നത്. ഇതേ തുടർന്നാണ് പരിശോധനയ്ക്ക് പ്രത്യേക അന്വേഷണ സംഘം സെർച്ച് വാറണ്ടുമായി പുറപ്പെട്ടത്. കഴിഞ്ഞ ദിവസവും D മണിയെ SIT ചോദ്യം ചെയ്തിരുന്നു. അതേസമയം ബാലമുരുകന്റെ സുഹൃത്തായ ശ്രീകൃഷ്ണന്റെ വീട്ടിലും പോലീസ് പരിശോധന നടത്തി. ഇയാളെയും ചോദ്യം ചെയ്തിരുന്നു. വിരുദനഗറിലാണ് ശ്രീകൃഷ്ണൻ താമസിക്കുന്നത്. DYSPയുടെ നേതൃത്വത്തിലാണ് കേരളത്തിൽ നിന്നുള്ള പോലീസ് സംഘം പരിശോധനയ്ക്കെത്തിയത്.